പോത്തിനടിയിൽ നിന്നൊക്കെ കുറച്ച് പിള്ളേരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതേ ഒരുത്ത പൊത്തിനകത്ത് നിന്ന് വരുന്നുണ്ട്. ഇതാണെന്ന് തോന്നുന്നു ഇവരുടെ താമസ സ്ഥലം കേട്ടോ, അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മുടെ ഷെൽട്ടറിലേക്ക് വന്ന് അപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. നമ്മുടെ ഷെൽട്ടറിലേക്ക് വരാൻ ഒരുപാട് വഴികളുണ്ട് കേട്ടോ. നമുക്കറിയത്തുണ്ടായിരുന്നില്ല, നമ്മൾ ശരിക്കും മെയിൻ റോഡ് വഴിയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സ്ഥലമെന്ന് പറയുന്നത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇൻഡസ്ട്രിയൽ ഏരിയയും അതുപോലെ തന്നെ കൃഷിഭൂമിയൊക്കെയാണ്. അപ്പോൾ ഇന്നലെ ഇവിടുത്തെ അമ്പലം ഇതിൽ പരിപാടിയൊക്കെ ആയത് കാരണം നമ്മളോട് കുറേ ആൾക്കാർ പറഞ്ഞു ഇങ്ങനത്തെയൊക്കെ വഴികൾ വരും. അപ്പോൾ കുറച്ച് കാട്ട് റോഡൊക്കെ അടിച്ച് വരുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഷെൽട്ടറിലെത്താം. പക്ഷേ ആൾക്കാർ കമ്മിയാണ്, ഇവിടെ വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നലെ ഞാനും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കസിനൊക്കെ ഉള്ളത് കാരണം ഞങ്ങൾ ഈ വഴി വന്നു കേട്ടോ. അപ്പോഴാണ് ഈ സുന്ദരക്കുട്ടന്മാരെ ഞങ്ങൾ കണ്ടുപിടിച്ചത്. ഈ ഒരു ലേഔട്ടാണ് കേട്ടോ, പണിഞ്ഞുകൊണ്ടിരിക്കുന്നതാണോ പണി കഴിഞ്ഞാണോ എന്നൊന്നും അറിയത്തില്ല. അപ്പുറത്ത് 2-3 വീടുകളുണ്ട്, ഇപ്പുറത്തൊക്കെ കൃഷിഭൂമിയാണ് കേട്ടോ. എന്ത് സേഫ് ആണെന്ന് പറഞ്ഞിട്ട് ഈ കൊച്ചി ഇവിടെ പ്രസവിച്ചാണ്. ഇതാണ് കേട്ടോ കുഞ്ഞുങ്ങളുടെ അമ്മ എന്ന് പറയുന്നത്. അപ്പോൾ അവളാണെങ്കിൽ ഒന്നും കഴിക്കാനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. എവിടെയെന്തെങ്കിലും ഇവിടെ വീടുകളുണ്ടെങ്കിൽ എന്തെങ്കിലും കിട്ടുക. അപ്പോൾ ഇന്നലെ മുതൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വേറെ റൂട്ടൊക്കെ അടിച്ച് വരുവാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി ആഹാരം കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഇന്ന് മുതൽ പറ്റുവാണെങ്കിൽ ദൈവം സഹായിക്കണം, എല്ലാവരും പ്രാർത്ഥിക്കുക ഇച്ചിരി ആഹാരം